സാഹചര്യത്തിലും ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനും ശിഷ്യന്മാരും അക്കരയിലേക്ക് തോണിയാത്ര ചെയ്യുന്നു. കലുഷിതമായ കടലിൽ ഭയപ്പെടുന്ന ശിഷ്യന്മാരെ ക്രിസ്തുനാഥൻ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുകയും ചെയ്യുന്നു. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ഒന്നാമതായി, കൊടുങ്കാറ്റുകൾ നമുക്ക് നൽകുന്ന അവസരങ്ങൾ. എന്തുകൊണ്ടാണ് യേശു നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളെ അനുവദിക്കുന്നത്? ഈ വചന ഖണ്ഡികയുടെ അവസാനത്തിൽ സർവപ്രതിസന്ധികളും അവസാനിച്ച ശേഷം മത്തായി അപ്പോസ്തലൻ നമ്മോട് പറയും, ആളുകൾ ആശ്ചര്യപ്പെട്ടു, കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവൻ എങ്ങനെയുള്ള മനുഷ്യനാണ് അഥവാ ആരാണ്? ക്രിസ്തുവിൻ്റെ അനുഗാമികൾ അത്ഭുതകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തികൾ, നാടകീയമായ ഭൂതോച്ചാടനങ്ങൾ, ശക്തമായ വചനം, ഇവയൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്ചര്യമായി നിലകൊണ്ടു. എന്നിരുന്നാലും ഈ അനുഭവം അവർക്ക് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ മറ്റൊരു വശം കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രകൃതി ശക്തികളുടെ മേലുള്ള അവൻ്റെ ശക്തി. അവരുടെ ഗ്രാഹ്യത്തിനും യേശുവിനെക്കുറിച്ചുള്ള അറിവിനും ഇനിയും വളരാൻ ഇടമുണ്ടായിരുന്നു, അഥവാ അവരിലെ ക്രിസ്തുബോധ്യം ചെറുതായിരുന്നു എന്ന് സാരം. ഒരുപക്ഷെ യേശു ഈ കൊടുങ്കാറ്റിനെ കൃത്യമായി അനുവദിച്ചത് അവർ അനുഭവത്തിലൂടെയും ആ അനുഭവത്തിൽ അവരെ കാണിക്കുന്ന കാര്യങ്ങളിലൂടെയും അവനെ കൂടുതൽ അറിയാൻ വേണ്ടി ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാകാം നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തു കൊടുങ്കാറ്റുകൾ അനുവദിക്കുന്നത്. 2, വിശ്വാസത്തിൻ്റെ രഹസ്യം. തൻ്റെ പരിഭ്രാന്തി പങ്കിടാൻ ശിഷ്യന്മാർ അവനെ ഉണർത്തുമ്പോൾ, അഥവാ അവരുടെ ഭയപ്പാടിൽ അവർ ക്രിസ്തുവിനെ ഉണർത്തുമ്പോൾ, യേശുനാഥൻ അവരോട് ചോദിക്കുന്നു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ശിഷ്യന്മാർ അവനെ ഒരു ഭ്രാന്തനെന്നോണം ഒരുപക്ഷെ ആ നിമിഷം നോക്കിയിട്ടുണ്ടാകണം. അതോ തങ്ങളുടെ കർത്താവിൻ്റെ സുബോധം നഷ്ടപ്പെട്ടുവോ എന്ന് അവർ പരസ്പരം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകണം. സുപരിചിതമായ കടലും സുപരിചിതമായ തൊഴിലും തന്നെയായിരുന്നു അവർ ചെയ്തത്. എന്നാൽ അന്ന് സുപരിചിതമായ അന്തരീക്ഷം ആയിരുന്നില്ല. നിന്റെ പതിവ് ജീവിതത്തിൻ്റെ സാധാരണത്വത്തിൻ്റെ മധ്യേ അസ്വാഭാവികവും ആശ്ചര്യജനകവുമായ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനോടുള്ള ഒരു സാധാരണ ബന്ധം നമുക്ക് പുലർത്തുവാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് അത്ഭുതം എന്നത്. എന്നാൽ ആ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ മാനുഷിക വിലയിരുത്തൽ നടത്തുന്നതിൽ പരാജയപ്പെട്ടതിന് യേശു അവരെ ശിക്ഷിക്കുന്നില്ല. അവൻ അവരെ മറ്റൊരു തലത്തിൽ, വിശ്വാസത്തിൻ്റെ തലത്തിൽ വെല്ലുവിളിക്കുകയായിരുന്നു. അവൻ്റെ എല്ലാ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും യേശുവിൻ്റെ അനുയായികളുടെ വിശ്വാസത്തെ ഇളക്കിവിടുക എന്ന ഒരു ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. നാം യേശുവിനെ കണ്ടുമുട്ടുകയും അവനിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും വേണം. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ കൃപ നമ്മെ ഭേദിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. കാരണം ദൈവം ഒരു യഥാർത്ഥ വ്യക്തിയാണ്. അതിനാൽ അവനുമായുള്ള നമ്മുടെ ബന്ധം ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം മറ്റെന്തെങ്കിലും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. സൗഹൃദം വളരുകയും തഴച്ചു വളരുകയും ചെയ്യണമെങ്കിൽ ഏതൊരു സുഹൃത്തിനോടും ചെയ്യേണ്ടതുപോലെ വിശ്വസിച്ചും വിശ്വാസം അർപ്പിച്ചും നാം അവനോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ. 3, നാമും ക്രിസ്തുവും ഒരേ ബോട്ടിലെ യാത്രക്കാർ. ദൂരെ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു രക്ഷകനല്ല യേശു. യേശു നമ്മോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ സത്യം മുഴുവൻ ആ അത്ഭുതകരമായ സത്യപ്രഘോഷണമാണ് നടത്തുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത പലതരം കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലും ദൈവം നമ്മെ തൻ്റെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും ആഗീരണം ചെയ്യുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പൊടിനിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. രാത്രിയിൽ തീകൂട്ടി ശിഷ്യന്മാരോട് ചേർന്നിരുന്ന് സംസാരിക്കുന്നു.
കുഷ്ഠരോഗികളുടെ രോഗമകറ്റുവാൻ അവരെ സ്പർശിക്കുന്നു. വിശക്കുന്നവന് അപ്പം നൽകി സാന്ത്വനപ്പെടുത്തുന്നു. കരയുന്നവരോട് കൂടെ കരയുന്നു. കാരണം അവൻ ഇമ്മാനുവേൽ ആയ ദൈവമാണ്. അവന് അകന്നിരിക്കുവാൻ ആവുകയില്ല. ജീവിത അസ്വസ്ഥതകളുടെ മുഴക്കം ദൈവസ്വരത്തെ ഒരിക്കലും നമ്മിൽ നിന്നും അകറ്റി മാറ്റുവാൻ പാടുള്ളതല്ല. നമ്മുടെ കൊടുങ്കാറ്റ് അനുഭവങ്ങൾക്കും മുകളിലായിരിക്കണം ക്രിസ്തുവിന് നമ്മെ പ്രതിയുള്ള സ്നേഹത്തിൻ്റെ ആ മന്ദമാരുത അനുഭവം. ക്രിസ്തുസ്വരം കേൾക്കുമാറ് നമ്മുടെ ചെവികളെ, ഹൃദയത്തെ നാം ക്രിസ്തുവിലേക്ക് ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.